ഹൈ ഗൈസ്, കിസാൻ വാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾക്ക് മഞ്ചേരി നേന്ത്രവാഴ കൃഷിയും അതിൻ്റെ പരിചരണ മുറകളും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വിത്ത് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ വിത്ത് സിഡോമോണസിൽ മുക്കി ഒരു മണിക്കൂറോളം ഉണക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കീടവിമുക്തമാക്കിയ വിത്തുകളാണ്. അപ്പോൾ ഈ വിത്താണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഒരു 60 സെൻറ്റിമീറ്റർ ആഴമുള്ളൊരു കുഴി റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഡോളമൈറ്റ് ഇട്ട് ഇതൊന്ന് പാകമാക്കി എടുക്കാം. അതായത് pH കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡോളമൈറ്റ് ഇടുന്നത്. നീറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടതിന് ശേഷം ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വിത്ത് നടാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഡോളമൈറ്റ് ഇട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ നല്ലപോലെ ചുറ്റുമായിട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് മണ്ണിനോട് ശരിക്കും മിക്സ് ചെയ്ത് ചേർക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വേര് സംബന്ധമായ അസുഖങ്ങളൊന്നും ഇതിന് വരത്തില്ലെന്നുള്ളതാണ്. ഉണ്ടോ? അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് അടുത്തത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ജൈവവളം കൊടുക്കാം. ഉണ്ടോ? ജൈവവളം നമുക്ക് ആവശ്യത്തിന് കൊടുക്കാം. അത് നമ്മളതിൻ്റെ ചുറ്റുഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് പിടിപ്പിച്ച് നമ്മളിപ്പം ആദ്യം മഞ്ചേരിക്കുള്ളിൽ വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ ജൈവവളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് രാസവളങ്ങൾ മാത്രം കൊടുത്താൽ മതിയാകും. ഇങ്ങനെ ചുറ്റും കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഈൽഡ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നമുക്ക് രാസവളങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വളങ്ങളോ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇന്ത്യൻ പൊട്ടാഷിൻ്റെ കുറച്ച് പോളിഹാലൈറ്റ് കൊടുക്കാം. അതായത് ഇത് വ്യാപകമായിട്ട് എല്ലാ കൃഷികൾക്കും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അസിഡിറ്റി മാറിക്കിട്ടും. അതുപോലെ ഇതിനകത്ത് പൊട്ടാസ്യം സൾഫർ മഗ്നീഷ്യം കാൽസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് നല്ല വിളവ് കിട്ടാനായിട്ടൊക്കെ ഏറ്റവും നല്ലതാണ്. ഇതിങ്ങനെ ഈ ജൈവവളത്തോട് നമ്മൾ ലയിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് വിത്ത് വയ്ക്കാം. വിത്ത് വെച്ചതിന് ശേഷം കുറച്ച് ജൈവവളം കൂടി ഇതിൻ്റെ ചുറ്റും നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ചാണകപ്പൊടിയുണ്ട്, പിന്നെ കുറച്ച് കോഴിവളം ഇട്ടിട്ടുണ്ട്, ഗ്രീൻ മീലുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തേക്കണത്. ഈ വിത്ത് എന്ന് പറയുന്നത് നമ്മളുടെ വാഴയുടെ വിത്ത് തന്നെയാണ്. മഞ്ചേരിക്കുള്ളൻ നമ്മൾ കൊണ്ടുവന്ന് നട്ട് അതുപോലെ തന്നെ 6 മാസമായപ്പോൾ വിളഞ്ഞ് അതിൽ നിന്ന് നമ്മൾ പറിച്ചെടുത്ത വിത്തുകളാണിത്. അപ്പോൾ ഇത് നല്ല വിത്ത്, ഇതെല്ലാം നല്ല, ഞാൻ പറഞ്ഞല്ലോ, അണുവിമുക്തമാക്കിയ വിത്തുകളാണ്. ഇതിന് നമുക്ക് നല്ല വിശ്വാസത്തിൽ തന്നെ നടാൻ പറ്റും. വിത്ത് നമ്മൾ ശേഖരിക്കുമ്പോൾ നല്ല വിത്തുകൾ തന്നെ നമ്മൾ കളക്ട് ചെയ്ത് നടുന്നതാണ് ഏറ്റവും നല്ല. അല്ലെങ്കിൽ നമുക്ക് കുല ഈ സമയത്ത് കിട്ടിയില്ലെന്ന് വരും. ഇനി നമുക്ക് മഞ്ചേരിക്കുള്ളൻ്റെ രാസവള പ്രയോഗം പറയാം. അതായത് 1 മാസം ആകുമ്പോഴത്തേന് 65 ഗ്രാം യൂറിയ, 275 ഗ്രാം രാജ്ഫോസ്, 100 ഗ്രാം പൊട്ടാഷ്. 2 മാസം ആകുമ്പോഴത്തേന് 65 ഗ്രാം യൂറിയ, 100 ഗ്രാം പൊട്ടാഷ്. 4 മാസം ആകുമ്പോഴത്തേന് 65 ഗ്രാം യൂറിയ, 100 ഗ്രാം പൊട്ടാഷ്. അതുപോലെ തന്നെ 5 മാസം കഴിയുമ്പം 65 ഗ്രാം യൂറിയ, 100 ഗ്രാം പൊട്ടാഷ്. കുല വന്നു കഴിഞ്ഞ് 65 ഗ്രാം യൂറിയ കൊടുക്കുക, പൊട്ടാഷ് കൊടുക്കണ്ട. ഇങ്ങനെയാണ് നേന്ത്രവാഴക്കുലയുടെ രാസവള പ്രയോഗം. മറ്റുള്ള നേന്ത്രവാഴക്കുല എന്ന് പറയുന്നത് 7-8 മാസം ആകുമ്പോഴേ കുലയ്ക്കുള്ളൂ. ഏതാണ്ട് ഒരു 9 മാസം ആകുമ്പോഴേ വിളവെടുക്കാൻ സാധിക്കുള്ളൂ. ഇതെന്ന് പറഞ്ഞൊരു 4-4.5 മാസം ആകുമ്പോഴത്തേനും നമുക്ക് കുലയ്ക്കും എന്നുള്ളതാണ്. 4 മാസം കഴിഞ്ഞ ഒരു 2 മാസം കൊണ്ട് നമുക്ക് കുല വെട്ടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഹൈറ്റ് കുറവായിരിക്കും, രോഗപ്രതിരോധ ശക്തി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ജലസേചനം എന്ന് പറയുന്നത് വേനൽ മാസങ്ങളിലാണെങ്കിൽ അതായത് 3 ദിവസത്തിൽ ഒരിക്കൽ നനച്ചാൽ മതി. അതുപോലെ തന്നെ കുലകൾ വിരിയുന്നവരെ ഉണ്ടാകുന്ന കന്നുകൾ നശിപ്പിക്കണം. വാഴക്കുല വിരിഞ്ഞതിന് ശേഷം വരുന്ന 1-2 വിത്തുകൾ മാത്രം നിർത്തും. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.